മുൻ മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദന്റെ ആരോഗ്യനില അതീവ ഗുരുതരം. സർക്കാർ നിയോഗിച്ച തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സംഘമാണ് ആരോഗ്യനില വിലയിരുത്തിയത്. ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനം കാര്യക്ഷമമല്ല, രക്തസമ്മർദ്ദവും സാധാരണ നിലയിലല്ലെന്ന് വിദഗ്ധ സംഘം അറിയിച്ചു. സിജോ വി ജോൺ ചേരുന്നുണ്ട്. സിജോ, എന്താണ് അവസ്ഥ? സർക്കാർ നിയോഗിച്ച വിദഗ്ധ സംഘമാണ് അല്പസമയം മുമ്പ് പരിശോധന നടത്തി അതിൻ്റെ ഈ റിപ്പോർട്ടുകൾക്ക് പരിശോധിച്ച ശേഷം ഒരു നിഗമനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. വി.എസിൻ്റെ ആരോഗ്യനില അതീവ ഗുരുതരമെന്നാണ് ഈ വിദഗ്ധ സംഘത്തിൻ്റെ കണ്ടെത്തൽ. അതോടൊപ്പം തന്നെ ആന്തരികവയവങ്ങളുടെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമല്ല, രക്തസമ്മർദ്ദവും സാധാരണ നിലയിലല്ല എന്നുള്ളതാണ് ഈ 7 ഡോക്ടർമാരടങ്ങുന്ന സംഘത്തിൻ്റെ കണ്ടെത്തൽ. എന്തായാലും തുടർ ചികിത്സ ഇപ്പോൾ നിലയിൽ തുടരുന്ന രീതിയിൽ തന്നെ ആകാം എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ ഈ വിദഗ്ധ സംഘം ഹോസ്പിറ്റലിനോട് അറിയിച്ചിരിക്കുന്നത്. നേരത്തെ മന്ത്രി വീണ ജോർജിൻ്റെ നിർദ്ദേശപ്രകാരമായിരുന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നുള്ള ഡോക്ടർമാർ ഇവിടെ എത്തി വി.എസ്. അച്യുതാനന്ദനെ ചികിത്സിക്കുന്ന ഡോക്ടർമാരെ കണ്ടു, പരിശോധനാ റിപ്പോർട്ടുകളൊക്കെ നോക്കി. അതിനുശേഷമാണ് ഇത്തരത്തിലൊരു നിഗമനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. എന്തായാലും അതീവ ഗുരുതരാവസ്ഥയിൽ തന്നെ തുടരുന്നുവെന്ന് തന്നെയാണ് ആശുപത്രിയിൽ നിന്നുള്ള വൃത്തങ്ങൾ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. 23-ാം തീയതിയാണ് വി.എസിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നത്. അതിനുശേഷം പല തവണകളിലായി ആരോഗ്യം നില മോശമായെങ്കിലും പിന്നീട് റിക്കവർ ചെയ്തുവെന്ന സാഹചര്യത്തിലേക്ക് വന്നിരുന്നു. പക്ഷേ ഇന്ന് രാവിലെയാണ് വീണ്ടും ആരോഗ്യനില വളരെയധികം മോശമായിട്ട് പോകുന്നത്. മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ടെന്ന് മെഡിക്കൽ ബുള്ളറ്റിൻ പുറപ്പെടുവിച്ചിരുന്നു. പക്ഷേ രക്തസമ്മർദ്ദവും അതോടൊപ്പം തന്നെ വൃക്കയുടെ തകരാറും അതൊക്കെ പ്രശ്നങ്ങളായി തന്നെ തുടരുകയാണെന്നുള്ളൊരു കാര്യമാണ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഏറെ ആശങ്കപ്പെടുത്തുന്ന രീതിയിൽ തന്നെ ഒരു ആരോഗ്യാവസ്ഥയിൽ തന്നെയാണ് വി.എസ്. തുടരുന്നത്. അതീവ ഗുരുതരമെന്ന് തന്നെയാണ് വിദഗ്ധ സംഘവും കണ്ടെത്തിയിരിക്കുന്നത്. നേരത്തെ നമുക്കറിയാം വി.എസിന്റെ മകൻ ആരോഗ്യവുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ പങ്കുവെക്കുമായിരുന്നു. അത്തരത്തിൽ എന്തെങ്കിലും വിവരങ്ങൾ വന്നിട്ടുണ്ടോ? ഈ മെഡിക്കൽ റിപ്പോർട്ട് പ്രകാരം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അദ്ദേഹം വളരെ മോശമായ അവസ്ഥയിലായിരുന്നു. പിന്നീട് ഒരു ചെറിയ മാറ്റമുണ്ടായപ്പോൾ അതെല്ലാം നമ്മളെ ആ രീതിയിലാണ് അറിയിച്ചത്. അങ്ങനെ എന്തെങ്കിലും പ്രതികരണമോ ഇല്ലെങ്കിൽ കുറിപ്പോ ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ടോ? കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് ഇന്ന് ആരോഗ്യനില വളരെ മോശമാകുന്നു തന്നെയാണ് നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം. അത് പ്രധാനപ്പെട്ട കാര്യം പറയുന്നത് ഈ രക്തസമ്മർദ്ദവും അതോടൊപ്പം തന്നെ വൃക്കയുടെ പ്രവർത്തനവും അത് സാധാരണ രീതിയിലേക്കാവുന്നില്ല. മരുന്നുകളോട് ഈ പ്രതികരിക്കുന്നു എന്നുള്ള കാര്യം മാത്രമാണ് പറയുന്നത്. വെന്റിലേറ്ററിൻ്റെ സഹായത്തോടെയാണ് വി.എസിൻ്റെ ജീവൻ നിലനിർത്തുന്നതെന്ന് തന്നെയാണ് അറിയിക്കുന്നത്. എന്തായാലും ഈ മെഡിക്കൽ കോളേജിൽ നിന്ന് അടങ്ങുന്ന ഡോക്ടർമാർ ഉൾപ്പെടുന്ന വിദഗ്ധ സംഘം ഇവിടെ എത്തി വി.എസിൻ്റെ ആരോഗ്യനില വിശദമായി പരിശോധിച്ചിരിക്കുകയാണ്. എന്തായാലും നിലവിലെ ചികിത്സ തുടരുക എന്നുള്ള നിലയിൽ തന്നെയാണ് പറയുകയും ചെയ്യുന്നത്. രക്തസമ്മർദ്ദം ഇങ്ങനെ കുറഞ്ഞു നിൽക്കുന്നത്. നേരത്തെ ഡയാലിസിസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ അത് തുടരാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് വന്നു. കാരണം ആരോഗ്യനില അത്ര മോശമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഡയാലിസിസ് തുടരുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെയാണ് ഡയാലിസിസ് നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. പക്ഷേ അത്തരം ഒരു സാഹചര്യത്തിലേക്ക് പോകുമ്പോൾ ബി.പിയും ഡൗണായി പോകുന്നുള്ള സാഹചര്യത്തിലേക്ക് വരുന്നത്. അതാണ് ഈ 2 പ്രശ്നങ്ങളാണുള്ളത്. ഡയാലിസിസ് തുടരാൻ സാധിക്കാത്ത അവസ്ഥയാണ്, പക്ഷേ തുടരാതിരിക്കാൻ പറ്റുന്നുമില്ല എന്നുള്ളൊരു സാഹചര്യത്തിലേക്കാണുള്ളത്. എന്തായാലും അതീവ ഗുരുതരാവസ്ഥ. നേതാക്കളൊക്കെ അവിടെ തന്നെ ഉണ്ടോ? വി.എസിൻ്റെ അടുത്ത സുഹൃത്തുക്കളായിട്ടുണ്ടായിരുന്നു. അന്ന് നമ്മൾ വി.എസ്. മുഖ്യമന്ത്രിയായിരുന്ന സമയത്തും പ്രതിപക്ഷ നേതാവൊക്കെ ആയിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പി.എസിലുണ്ടായിരുന്ന സ്റ്റാഫുകളുണ്ട്. അവരെല്ലാവരും ഇപ്പോൾ ദിവസങ്ങളായി തന്നെ ഹോസ്പിറ്റലിൽ ഇവിടെയുണ്ട്. മറ്റു നേതാക്കൾ കഴിഞ്ഞ ദിവസമാണ് M.V. ഗോവിന്ദൻ വന്ന് വി.എസിനെ കണ്ട് ആരോഗ്യനിലയൊക്കെ സ്ഥിതിയൊക്കെ കണ്ട് മനസ്സിലാക്കി വിവരങ്ങൾ തേടിയതിനു ശേഷം മടങ്ങിയത്. പക്ഷേ പാർട്ടിയും അതോടൊപ്പം തന്നെ പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ നിരന്തര ഹോസ്പിറ്റലുമായും അതോടൊപ്പം തന്നെ വി.എസിൻ്റെ മകൻ അരുണുമായും കോൺടാക്ട് ചെയ്യുന്നുണ്ട്. ഓരോ സമയങ്ങളിലും ആരോഗ്യവില അപ്പോൾ തന്നെ പാർട്ടിയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അതനുസരിച്ചുള്ള ഏറ്റവും വിദഗ്ധമായ ചികിത്സ നൽകണമെന്ന നിർദ്ദേശം തന്നെയാണ് പാർട്ടിയും അതോടൊപ്പം തന്നെ സർക്കാരുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളും നൽകിക്കൊണ്ടിരിക്കുന്നത്. ഈ റിപ്പോർട്ടിൽ എന്താണ് മരുന്നുകളോട് പ്രതികരിക്കുന്നില്ലെന്നാണോ? അപ്പം രക്തസമ്മർദ്ദത്തിന്റെ കാര്യം അറിയാം. അപ്പം സ്വാഭാവികമായിട്ടും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നിരീക്ഷിച്ചു വരികയായിരിക്കും. അപ്പം അത് സാധാരണ നിലയിലേക്ക് എത്താനുള്ള സാധ്യതയെക്കുറിച്ചുകൂടി റിപ്പോർട്ടിലുണ്ടോ? റിപ്പോർട്ടിൽ പ്രധാനമായും കാര്യം പറയുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന്, മരുന്നുകളോട് വി.എസ്. അച്യുതാനന്ദൻ പ്രതികരിക്കുന്നുണ്ട്. പക്ഷേ അത് പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് രക്തസമ്മർദ്ദവും അതോടൊപ്പം തന്നെ വൃക്കയുടെ പ്രവർത്തനവും അത് സാധാരണ രീതിയിലേക്ക് ആകുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും ആശങ്കകരമായ കാര്യത്തിലേക്ക് പോകുന്നു എന്നുള്ള കാര്യം
ഡോക്ടർമാർ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. അത് രക്തസമ്മർദ്ദം സാധാരണ രീതിയിലായാൽ മാത്രമാണ് മറ്റ് തുടർ ചികിത്സകളിലേക്ക് മറ്റ് കാര്യങ്ങളിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ എന്ന് പറയുകയും ചെയ്യുന്നു. പക്ഷേ ആ രക്തസമ്മർദ്ദം ഇങ്ങനെ കുറഞ്ഞു നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അത് തുടർ ചികിത്സയെ കാര്യമായി ബാധിക്കുന്നു എന്നുള്ളത് തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും 23-ാം തീയതി ഹോസ്പിറ്റലിൽ എത്തിച്ചതിന് ശേഷം ആരോഗ്യനിലയിൽ ചെറിയ രീതിയിലുള്ള പുരോഗതി ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് രാവിലെയാണ് വീണ്ടും ആരോഗ്യനില വളരെയധികം മോശമാവുകയും ചെയ്യുന്നത്. അതിനെ തുടർന്നാണ് ആരോഗ്യവകുപ്പ് തന്നെ വിദഗ്ധ സംഘത്തെ ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകൾക്ക് വേണ്ടി നിയോഗിക്കുകയും ചെയ്തിരിക്കുന്നത്. മറ്റേതെങ്കിലും ചികിത്സാ സംവിധാനമോ ഇല്ലെങ്കിൽ അവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്യുന്ന കാര്യം അത്തരത്തിലുള്ള ആലോചനകൾ എന്തെങ്കിലും ഉണ്ടോ നിലവിൽ? അത്തരം ഒരു സാഹചര്യമല്ല. കാരണം വെന്റിലേറ്ററിൻ്റെ സഹായത്തോടെയാണ് VSന്റെ ജീവൻ നിലനിർത്തിക്കൊണ്ട് പോകുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് മാറ്റുകയോ അതല്ല എന്നുണ്ടെങ്കിൽ മറ്റൊരു ചികിത്സയിലേക്ക് പോവുകയോ എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെയാണ് വിദഗ്ധ ഡോക്ടർമാരടങ്ങുന്ന സംഘം തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലെത്തി ഇവിടെയുള്ള ഡോക്ടേഴ്സുമായി കൺസൾട്ട് ചെയ്യുകയും വിദഗ്ധമായ ഉപദേശം നൽകുകയും ചെയ്യുന്നത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ മറ്റേതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് മാറ്റാനുള്ള സാഹചര്യമില്ല. മാത്രമല്ല ഈ ഹോസ്പിറ്റലിൽ തന്നെ ഏറ്റവും വിദഗ്ധന്മാരായ ഡോക്ടർമാരുടെ ചികിത്സ അവരുടെ ഉപദേശം സ്വീകരിച്ചുകൊണ്ട് തുടർ ചികിത്സ നടത്താൻ തന്നെയാണ് നിലവിലെ തീരുമാനം. ശരി, സിജോയാണ് വിവരങ്ങൾ നൽകിയത്. VS അച്യുതാനന്ദന്റെ ആരോഗ്യസ്ഥിതി അതീവ ഗുരുതരാവസ്ഥയിലാണെന്നാണ് അറിയുന്നത്. ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനം കാര്യക്ഷമമല്ല. അതീവ ഗുരുതരാവസ്ഥയിൽ അദ്ദേഹം ഇരിക്കുന്നു. സർക്കാർ സംഘം ആരോഗ്യനില വിലയിരുത്തുന്നു. ഒപ്പം തന്നെ മെഡിക്കൽ റിപ്പോർട്ട് വരുന്നത് മരുന്നുകളോട് പ്രതികരിക്കുന്നില്ല എന്നുള്ള രീതിയിലാണ്. രക്തസമ്മർദ്ദം സാധാരണ നിലയിലല്ല എന്നുള്ള റിപ്പോർട്ടാണ് ആശുപത്രിയിൽ നിന്ന് വരുന്നത്.